ഇല്ല 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 ഋതിക് റോഷനെ തന്നെ ആദ്യം കാണിക്കും. ഓക്കെ ഞാൻ പറയണോ, ഞങ്ങള് എന്റെ കൂടെ ഞാൻ പറഞ്ഞു കിയാറനെ ആദ്യം കാണിക്കും. I don't know why I look homeless in every vlog, but welcome to another weekly vlog. ഞങ്ങൾക്ക് കൂലിക്ക് കിട്ടിയ കൂലിയൊന്നും മതിയായില്ല തോന്നുന്നു, അതുകൊണ്ട് ഞങ്ങള് വാർ 2 പോവാണ്. വൈകിയ This was an old dress that I found recently in my closet. It still fits, so മേക്കപ്പിന്റെ ഡിഫറെന്റ് ചെയ്തതെന്താന്ന് പറ. ഐലാഷ് പിടിപ്പിച്ചു. No, it's my own lashes. പിന്നെന്താ ചെയ്ത്? ലിപ്സ്. ഓ ഓക്കെ. വൈഡ് വിങ്ങൈ ഇത് ഞാൻ ഇവിടെ ഓറഞ്ച് ചെയ്ത ക്യൂട്ടർ പാക്ക്. ചെരുപ്പിട്ടില്ലേ? ഇനി 1 മില്യൺ ആവും വേണമെങ്കിൽ, പക്ഷെ എനിക്ക് തോന്നാനുള്ള ഇനിയാവും. തിരിച്ചോണാ? വേണ്ട വേണ്ട വേണ്ട, അത് കുഴപ്പമില്ല, തിരിക്കേ. സൂപ്പർ. ബ്യൂട്ടിഫുൾ കങ്കുവയാണോ ബെറ്റർ? ഏത് ഇപ്പൊ കണ്ടത് റെട്രോയാ കൂലി? എനിക്ക് രണ്ടും പൊട്ടേട്ടോ തോന്നി. ബെറ്റർ അങ്ങനെ കമ്പയർ ചെയ്യാം. You can compare it. കൂലിയായിരിക്കും. കങ്കുവയാണോ റെട്രോണോ? എനിക്ക് റെട്രോണ് ഇഷ്ടമായി. കങ്കുവേനേലും ഇഷ്ടം ഇത് റെട്രോണ്. ശരിയാ ശരിയാ. ആദ്യം ശത്രുരാജ്യം കാണിക്കണേ, മോസ്റ്റ് പ്രോബബ്ലി പാകിസ്ഥാൻ. അപ്പൊ പെട്ടെന്ന് പിന്നെ റാൻഡം ആൾക്കാരൊക്കെ നടന്നു ഓടി വരണേ. അവിടെ അവര് മറ്റേ ഇന്ത്യനെ തകർക്കാനായിട്ട് ഒരു പ്ലാൻ ചെയ്യണം. ഓക്കെ, പ്ലാനിങ് നടക്കണ്. പിന്നെ വില്ലനെ കാണിക്കാദ്യം. ഹീറോന് മുമ്പ് വില്ലനെ കാണിക്കുള്ളല്ല. വില്ലൻ അപ്പൊ തുടക്കം മുതലേ പുള്ളി വില്ലനാണോ അല്ലെങ്കിൽ പകുതി വെച്ചാണോ വില്ലനാണോ? അല്ല, പുള്ളി വില്ലനാണ്. കാണിക്കൊന്നുമില്ല, ഇപ്പൊ സെക്കൻഡറി മെയിൻ വില്ലനെ കാണിക്കില്ല. സെക്കൻഡറി വില്ലനെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ ആരെ വിളിക്കും? അപ്പോഴും വില്ലനെ കാണിക്കും. റോഷനെ തന്നെ ആദ്യം കാണിക്കും. ഓക്കെ ഞാൻ പറയണോ, ഞങ്ങള് എന്റെ കൂടെ ഞാൻ പറഞ്ഞു കിയാറനെ ആദ്യം കാണിക്കും. ഞാൻ പറയണു കിയാറൻ ആദ്യം വില്ലനെ കാണിക്കുള്ളൂ. ഞാൻ പറയണു ഋതിക് റോഷൻ ആദ്യം കാണിക്കുന്നു. അതില്ല, ആദ്യമേ തന്നെ കാണിച്ച പോയി. പിന്നെ ആൾക്കാര് ഇവരുടെ ഒരു ക്യാപ്റ്റൻ ഇല്ലേ, അവൻ പറയും കബീർ ഭയങ്കര അലമ്പായി, ഇപ്പൊ ആൾക്കാരൊക്കെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അന്നിനെ കബീർ എങ്ങനെയാണ്? അങ്ങനെയല്ല, അതിനെ കൊന്നു തിന്നണം. എന്തിനാ നമ്മള് കാണുന്നത് ലാസ്റ്റ് മറ്റേ സൽമാന്റെ പടത്തില് പുള്ളി ആരാണ്ടരൊക്കെ വെട്ടിക്കൊല്ലും ചൈനയിൽ അവിടെ പോയി ഭയങ്കര റൂത്ത്ലെസ് ആയിട്ട് അങ്ങനെ കാണിച്ചാണ്. അപ്പൊ നമ്മളിങ്ങനെ ഇയാളെന്താ വില്ലനായി അങ്ങനെ വിചാരിക്കണം. ഇപ്പൊ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നീ പറഞ്ഞ പോലെ സത്യത്തിനെ കാണിക്കായിരിക്കും വില്ലനായതുകൊണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ, വില്ലനായത് കൊണ്ടൊന്നുമല്ല. ഋത്തിക്കിനെ ആദ്യം കാണിക്കും, പിന്നെ NTR കാണിക്കുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ചു പറയണം. അപ്പൊ ഇപ്പഴത്തെ പുള്ളിക്ക് മറ്റേ കേണൽ ലുദ്രയുടെ മനസ്സില് ഇത് മുഴുവൻ മറ്റേ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടൊന്നും അതെനിക്ക് ഓർമ്മയില്ല. യുണീക്ക് നെയിമല്ലേ ലുദ്ര? പിന്നെ ഇപ്പൊ ലുദ്രയാ? ലുദ്ര ലൂത്ര
LUTHRA അതാണ്. ലുസ്ര. അയാള് പറയും ഹൃത്തിക്ക് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ്, അപ്പൊ പുള്ളിനെ നമുക്ക് വകവരുത്തണം. ഇനി വിട്ടാ പിന്നെ പുള്ളിക്ക് എല്ലാവരും സീക്രട്ട് അറിയാം, നമ്മുടെ ഇന്റലിജൻസിന്റെയും പുള്ളീനെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവരണം ഇന്ത്യയിലേക്ക്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ടോപ്പ് കമാൻഡോ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ഒരു ആളെ വേണം. അപ്പൊ ആരുണ്ട്? NTR ജൂനിയർ. അപ്പൊ NTR ആണ് ഹീറോ, ഹൃത്തിക്ക് വില്ലൻ. അങ്ങനെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടുപേരും ചകട എന്നിട്ട് അവസാനം നമുക്ക് മനസ്സിലാവും ഹൃത്തിക്ക് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറെ നന്മയ്ക്ക് വേണ്ടി സ്പൈ കളിച്ച് അവരുടെ മറ്റേ തീവ്രവാദികളിലൂടെ. എന്നിട്ട് അവസാനം എന്താ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വില്ലനെ തുരത്തുന്നു. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇന്ത്യൻ ഫ്ലാഗ് വീശുന്നു. ഹൃത്തിക്കും NTR ഇവർ രണ്ടുപേരും പുറത്തുള്ളൂ. പിന്നെ ഒന്നിക്കുന്നു ക്ലൈമാക്സ് ആവുമ്പോ പിന്നെ ഇവര് എവിടെ പോവാനാ? പിന്നെ അതൊന്നും നടക്കില്ല. NTRനെ വന്ന തെലുങ്കന്മാരെ അറിയും. എന്നിട്ട് അവസാനം ഡാൻസ് ആണ് അത്. നമുക്ക് അതൊക്കെ അതിന്റെ ഇടയിലാ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോ. ഫ്രണ്ട്സ് ആയിരിക്കില്ലെന്ന്, വില്ലനാണ് ഇവൻ. അവര് ഫ്രണ്ട്സ് ആയിരിക്കും. എന്നിട്ട് ഒരാൾക്ക് ഇതിന് തിരിയും, അത്രേ ഉള്ളൂ. എടാ നീ പറയണ കൊണാണ്ടർ ഒന്നും ഇതിലുണ്ടാവില്ല. ഭയങ്കര സിമ്പിൾ തന്നെ. പിന്നെ സിമ്പിൾ അല്ല, ഇത് ഭയങ്കര ഇത് തന്നെയാ കഥ. ചെരുപ്പിന്റെ വാറ് പോലും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്ത്യ ഫസ്റ്റ്. ജഗദീഷ് സൈക്കിൾ ഓടിച്ചിട്ട് ഏതോ റേസിംഗിന് വേണ്ടി ഫസ്റ്റ് അടിക്കൂലേ? ശരിയാ. അപ്പൊ അതിന് ടയർ ഉണ്ടായിരുന്ന? എനിക്കറിയില്ല. വാറാ ഡയറക്ടറിനെ ചാട്ടവാറിന് പിടിച്ചടിക്കും. What would you order if there was no time from this menu? Prawns. Dynamic. Yeah, something like creamy, mayo-y. Why is it called Caesar salad? Indian Caesar. It's from a place called Caesar. It might be Caesar's favorite salad. The expression വാങ്ങി അറിയാതെ. It's from Mexico. It's not even from Italy. Caesar Cargini is an Italian-American restaurant here who ran a popular restaurant in Tijuana, Mexico, 1924. ആരെങ്കിലും മതി ഫ്യൂഷനാണ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ 2 ലൈൻ എന്തോ പഠിപ്പോ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. അപ്പൊ 10 പേരുടെ നിരന്ന് ഇങ്ങനെ കസേരയിട്ട് ഇരിക്കും. എന്നിട്ട് ഓരോ പാട്ടിനും മൈക്ക് കൊടുത്താ അതായത് ശരിക്കും അതിനുള്ളിൽ തുടങ്ങണതിന് മുമ്പൊരു ഫില്ലറാണിത്. പക്ഷെ നമ്മള് പാട്ട് പാടിയിട്ടില്ല ജീവിതത്തിൽ ഇതേവരെ എവിടെയും. ആകെ പാടിയത് മറ്റേ പള്ളിയിലെ കൊയർപാട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കൊയറും കൂടി ഇല്ല, വെറുതെ ഒന്ന് പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് സോങ് തുടങ്ങാണ് അവിടെ വെച്ച് ഫുൾ പിച്ച് ഔട്ട്. ഞാനാണെങ്കിൽ ഏതൊരു ലൈൻ പാടാനായിട്ട് ഫുൾ വെള്ളി. പിന്നെ എനിക്ക് ചത്ത് ഞാൻ മൈക്ക് പിടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്ന പോലെ പോവാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. എന്തോ ഫുൾ ഔട്ട് ഓഫ് പിച്ച്, ഔട്ട് ഓഫ് ഇത്. എന്നിട്ട് എനിക്ക് അവസാനം കേറിനൊക്കെ മുമ്പ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇറങ്ങി വന്നിട്ട് ഞാൻ മൈക്ക് ആരുടെ കയ്യിൽ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് പോയി. അപ്പൊ വിഘ്നേഷും പാടി എല്ലാവരും ഓണണ്ടിരിക്കും. അത് നമ്മള് വെറുതെ ഇങ്ങനെ വെറുതെ കൈ വെക്കുന്ന വിളിക്കുന്നത് ചെന്ന് കഴിഞ്ഞപ്പോ എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ഇനി പറയില്ല.
ഇത് നാനും നാല് ടെററിസ്റ്റ് ഗ്രൂപ്പിനാണ് മുഖം പൊത്തി സംസാരിക്കാൻ, ഐഡന്റിറ്റി വെളിപ്പെടുത്താണ്ടിരിക്കാൻ. അപ്പൊ ഇന്ന് ഞാൻ ഇവരെല്ലാവരെയും സർപ്രൈസ് ആയിട്ട് ലഞ്ചിന് കൊണ്ടുപോവാണ്. അവർക്കറിയില്ല എവിടെ പോണേന്ന്. അവര് ഫുഡ് കഴിച്ചിട്ട് നല്ലതാണോ ചീത്തയാണെന്ന് പറയും. ഇതിനു മുമ്പ് ഉണ്ടായ സർപ്രൈസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇവന്റെ ഒരു സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി കാസ കിച്ചൺ എന്നായിരുന്നു പേര്. ഇത്രയും അലമ്പ് ഫുഡ് ഞങ്ങളുടെ ആരുടെയും അഭി ഉണ്ടായിരുന്നു. ഇത്രയും അലമ്പ് ഫുഡ് ഞങ്ങളുടെ ജീവിതത്തിൽ ആരും കഴിച്ചിട്ടില്ല. അത്രയും ബോറായിരുന്നു. അപ്പൊ ഇന്ന് ജോബിയും കൊണ്ടുപോകുന്ന സ്ഥലം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ടോ അവിടെ? ആ, പുതിയതാണോ അവിടെ? അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ പോയിട്ടുണ്ടോ അവിടെ? ഇല്ല. ഫ്രൂട്ട് ബേ ആണോ നീ ഉദ്ദേശിക്കണേ? അവിടെ എന്താ ഹെൽത്തി? അല്ല, ഫ്രൂട്ടി കഫേ. ഫ്രൂട്ടി കഫേ എന്ന് പറഞ്ഞ കഫേ ഉണ്ട്. നീ അവിടെ പോയണ്ടോ? ഇല്ല, വർക്കിച്ചൻ പോയിട്ടുണ്ട്. വർക്കിച്ചൻ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ. നമ്മള് എന്റെ പേരെന്താ, ജോബിന്റെ സീക്രറ്റ് ആയ ഫ്രൂട്ടി കഫേ വന്നിരിക്കാണ്. വിശന്നിട്ട് വെച്ചിട്ട് കൊടയില് അതിന്റെ ഇടയിലാ. That's not even funny. The fact that you are only laughing at your own joke makes you the lamest person on this earth. The fact that you are buying the third bottle this year makes you the bottler of the year. That's not even a joke. The loser. ഇതിന് മരിക്കും അറച്ച് ഞാനിത് പോസ്റ്റ് ചെയ്ത് കൂടെ